ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നയാൾ, ഫ്രീഡം ഇഷ്ടപ്പെടുന്ന സ്വഭാവം, ഒരു ഫ്രീ ബേർഡ് പോലെ അങ്ങനെ പറന്ന് നടക്കണം. സ്നേഹം വേണം, പക്ഷേ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അല്പം പേടിയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ടു ഓഫ് സോർഡ്സ് ആണ്. ഒരു അകത്തുള്ള ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിനെ സൂചിപ്പിക്കുന്നു. അവരുടെ ആ ഒരു ഹൃദയവും അതുപോലെ തന്നെ തലച്ചോറും തമ്മിലുള്ള ആ ഒരു യുദ്ധം. യു വേഴ്സസ് ദെയർ കംഫർട്ട് സോൺ. നിങ്ങൾ വേണോ, അതല്ല അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ ഒറ്റയ്ക്ക് അങ്ങനെ ജീവിതം തുടരണോ? നിങ്ങളുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ ചില ചോദ്യങ്ങൾ വരും. എവിടെ പോയി, എന്തിന്, എങ്ങനെ? ഒരു ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചോദ്യം ഉണ്ടായില്ലെങ്കിലേ ഉള്ള അത്ഭുതം. അതൊക്കെ ചോദിക്കണ്ടേ? പക്ഷേ നിങ്ങളുടെ പേഴ്സണ് അത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അവരുടെ ഫ്രീഡത്തെ പിടിച്ചു വെക്കുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സ്വഭാവമൊക്കെ നമ്മൾ എടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബന്ധത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർ ആകെ സ്ട്രഗിൾ ചെയ്യും. അതോടുകൂടി അവരൊരു സൈലൻസിലേക്ക് പോകും. നിങ്ങളോടൊരു